പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം സൽപ്രവൃത്തി ജീവന്റെ ബലം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 40-ാമത്തെ വാക്യം. പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന് നേരെ തിരിഞ്ഞു, തബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ടു എഴുന്നേറ്റു. അപ്പോസ്തലപ്രവൃത്തി എഴുതിയിരിക്കുന്നത് വൈദ്യനായ ലൂക്കോസാണ്. അദ്ദേഹം ജാതിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ദൈവഭക്തനാണ്. യേശുവിൻ്റെ ശിഷ്യനിൽ ഒരു വ്യക്തിയാണ് വൈദ്യനായ ലൂക്കോസ്. അപ്പോസ്തലനായ പൗലോസിന്റെ സഹയാത്രക്കാരനാണ് വൈദ്യനായ ലൂക്കോസ്. 84-ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് നിത്യതയിൽ പ്രത്യാശ നാടിൽ ചേർക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭക്തനാണ് വൈദ്യനായ ലൂക്കോസ്. ഇദ്ദേഹം തിരുവചന ഏടുകളിൽ 2 ഭാഗങ്ങൾ, 2 പുസ്തകങ്ങൾ ബൈബിളിൽ എഴുതുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വൈദ്യനായ ലൂക്കോസ് എന്ന ദൈവഭക്തനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയോഗിച്ചു, ഉപയോഗിച്ചു. സ്വർഗം അവനെ തിരഞ്ഞെടുത്തു. അതായത് ലൂക്കോസ് സുവിശേഷവും അപ്പോസ്തലപ്രവൃത്തിയും എഴുതിയിരിക്കുന്നത് വൈദ്യനായ ലൂക്കോസാണ്. AD 64-ാം ആണ്ടിലാണ് ഈ ലൂക്കോസ് സുവിശേഷവും അപ്പോസ്തലപ്രവൃത്തിയുടെ ലേഖനങ്ങളും എഴുതപ്പെട്ടു എന്ന് തിരുവചന ഏടുകളിൽ പഠിക്കുമ്പോൾ നമുക്ക് വേദപണ്ഡിതാക്കൾ നമുക്ക് വ്യക്തമായിട്ട് പഠനങ്ങളിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ട് മാത്രം ചേർന്ന് നടന്ന ഒരു ഭക്തനായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതായത് അദ്ദേഹം വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ഭക്തനെന്ന് തിരുവചന ഏടുകളിൽ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ആ ഭക്തനെ കുറിച്ചുള്ള ചില ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ അപ്പോസ്തലപ്രവൃത്തി ലൂക്കോസ് സുവിശേഷവും അനുഗ്രഹമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ക്രിസ്തുവിൽ നിന്നും കണ്ടതും കേട്ടതും അനുഭവിച്ചതും മനസ്സിലാക്കിയതും അതുപോലെ തന്നെ അപ്പോസ്തലന്മാരിലൂടെ സ്വർഗത്തിലെ ദൈവം ചെയ്ത പ്രവൃത്തികൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും താൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ഈ അപ്പോസ്തലപ്രവൃത്തി എന്ന പുസ്തകം ആ ഭാഗം എഴുതുവാൻ വൈദ്യനായ ലൂക്കോസിനെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുകയാണ്. അതിനർത്ഥം, പ്രിയപ്പെട്ടവരെ, ഇതിലൊരു ദൂത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു ഭക്തൻ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ ആ വ്യക്തിയിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ പോലും ചിന്തിക്കാത്ത മേഖലയിൽ, നമ്മൾ യോഗ്യരല്ല എന്ന് ചിന്തിക്കുന്ന മേഖലയിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു ദൈവഭക്തനിലൂടെ സ്വർഗം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തിയെ മനുഷ്യൻ തിരഞ്ഞെടുത്തില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം അത് തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനായ ഭക്തനായ ഈ ലൂക്കോസ് എന്ന വൈദ്യനായ ദൈവഭക്തനാണ് അപ്പോസ്തലപ്രവൃത്തി ലൂക്കോസ് സുവിശേഷവും തിരുവചന ഏടുകളിൽ ആത്മാവിൻ്റെ നിയോഗത്താൽ എഴുതി തിട്ടപ്പെടുത്തുന്നത്. വേദപുസ്തകം തന്നെ എഴുതുന്നത് 40-ൽ പരം എഴുത്തുകാരാൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ പലയിടങ്ങളിലിരുന്ന് ആത്മാവ് കൊടുത്തതായ നിയോഗത്തിൽ ഒരുപോലെ ആത്മാവിൻ്റെ വചനം, തിരുവചന ഏടുകൾ അവിടെ എഴുതുവാൻ ഇടയായി എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നമ്മളിവിടെ വായിച്ചത് സൽപ്രവൃത്തി, നമ്മൾ ചിന്തിക്കുന്നത് സൽപ്രവൃത്തി ജീവന്റെ ബലമാണ്. അതായത് ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും കർത്താവ് നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന വയസ്സുവരെ ദൈവം നമുക്കൊരു വയസ്സ് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരായുസ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു ദൈവഭക്തൻ മറ്റുള്ളവർക്ക് സൽപ്രവൃത്തികൾ ചെയ്യുന്നുവെങ്കിൽ അത് സ്വർഗത്തിലെ ദൈവം ആ ദൈവഭക്തന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ജീവന്റെ ബലമായിട്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ
ആ സൽപ്രവൃത്തികൾ ജീവന്റെ ബലമായി തീരും. അടയാള സഹിതം ഈ വേദഭാഗത്തിൽ നമ്മൾ വായിച്ച തിരുവചന ഏടുകളിൽ, നമ്മൾ വായിച്ച കുറുവാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 9:40 വാക്യത്തിൽ അങ്ങനെ ഒരു ദൂത് ഈ വചനത്തിൽ, ഈ വചനഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എങ്ങനെയാണ് സൽപ്രവൃത്തി ജീവന്റെ ബലമായി തീരുന്നത്? ജീവന് വീണ്ടും നഷ്ടപ്പെട്ടു പോയ ജീവൻ വീണ്ടും ബലം വെച്ച്, ശക്തി വെച്ച്, ആ ജീവനിലേക്ക് ശക്തി വന്നു വീണ്ടും പുറത്തു വരുവാൻ, അല്ലെങ്കിൽ വീണ്ടും നഷ്ടപ്പെട്ടു പോയ വ്യക്തി വീണ്ടും നിത്യജീവനിലേക്ക് വരുവാൻ, ജീവനിലേക്ക്, ശരീരത്തിലേക്ക്, ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പ്രാണൻ വീണ്ടും ശരീരത്തിൽ വന്ന് ജീവന്റെ ബലം പ്രാപിച്ച് എഴുന്നേറ്റു വന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വ്യക്തമായിട്ട് ആത്മാവിൻ്റെ നിയോഗപ്രകാരം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. സൽപ്രവൃത്തി ജീവന്റെ ബലം എങ്ങനെയാകും? പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിലും ഈ ഭൂമിയിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന കാലയളവിൽ നാം ഒരു വ്യക്തിക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഞാനും നിങ്ങളും അനുഭവിക്കും. ദൈവനാമത്തിന് വേണ്ടി 1 രൂപയെങ്കിലും ദൈവസന്നിധിയിൽ കൊടുക്കുന്ന ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ പ്രതിഫലം തരും. ഇവിടെ ആമേൻ, ഈ ഭാഗത്ത് പത്രോസ് തബീത എന്ന് പറഞ്ഞ ഒരു സഹോദരി ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയാണ്. അതായത് തബീത എന്ന് പറഞ്ഞ ഒരു സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയി, അതായത് പ്രാണൻ പോയി. പ്രാണൻ പോയി കഴിയുമ്പോൾ നമ്മൾ മരിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തബീത എന്ന സഹോദരി മരണപ്പെട്ടു. ഈ മരണത്തിന്റെ വാർത്തയറിഞ്ഞ പത്രോസ് ഈ തബീത മരണപ്പെട്ട ഭവനത്തിലേക്ക്, ദേശത്തിലേക്ക്, ആ പട്ടണത്തിലേക്ക് വരികയാണ്. താൻ അവിടേക്ക് വരുമ്പോൾ താൻ കാണുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ്. തബീത ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ വിധവമാർക്ക് കുപ്പായങ്ങൾ അവൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതായത് അവളെ കരങ്ങൾ കൊണ്ട് നൂലുകൾ ഓടിച്ച്, അവളുടെ കരങ്ങൾ കൊണ്ട് തുണികൾ നെയ്യുന്ന മെഷീനിലൂടെ കുപ്പായങ്ങൾ ഉണ്ടാക്കി ഈ വിധവമാർക്ക്, വസ്ത്രമില്ലാതിരിക്കുന്ന വിധവമാർക്ക് പുതിയ പുതിയ വസ്ത്രങ്ങൾ തുന്നി, കുപ്പായങ്ങൾ തുന്നി ഈ വിധവമാർക്ക് കൊടുക്കുന്ന ഒരു നല്ല സൽപ്രവൃത്തി തബീതയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് തബീതയുടെ മരണം സംഭവിക്കുന്നത്. തബീത എന്ന സഹോദരി എങ്ങനെയാണ് മരണപ്പെട്ടു? എന്തുവാണ്? അവൾക്ക് അപ്പനുണ്ടോ, അമ്മയുണ്ടോ, സഹോദരങ്ങളുണ്ടോ, കൂടപ്പിറപ്പുകളുണ്ടോ, ആരുണ്ട് എന്നൊന്നും തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നില്ല. പക്ഷെ തബീത എന്ന ഒരു സഹോദരി ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരു ദൈവഭക്തിയായ ഒരു സഹോദരിയാണ്. രണ്ടാമത് അവൾ തുണികൾ നെയ്യുന്ന, തുണികൾ തയ്ക്കുന്ന ഒരു ജോലിക്കാരിയായിരുന്നു. അതായത് അങ്ങനെയുള്ള ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സഹോദരിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എങ്ങനെ അവൾ ചെയ്ത സൽപ്രവൃത്തികൾ മുഖാന്തരം അവൾ കുപ്പായങ്ങൾ, വസ്ത്രങ്ങൾ തയ്ക്കുന്ന, നെയ്യുന്ന വ്യക്തിയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഇവൾ പെട്ടെന്ന്, ഈ സഹോദരി മരണപ്പെടുകയാണ്. മരണപ്പെട്ടുപോയ സഹോദരിയുടെ ഭവനത്തിലേക്ക് മരിച്ചു എന്ന വാർത്ത കേട്ട് പത്രോസ് വരുമ്പോൾ ഈ തബീത എന്ന് പറഞ്ഞ സഹോദരി ഈ വിധവന്മാർക്ക് ഉണ്ടാക്കി കൊടുത്തതായ കുപ്പായങ്ങൾ, അവർ ഈ കുപ്പായങ്ങൾ പത്രോസിന് നേരെ നീട്ടിപ്പിടിച്ച് പത്രോസിന് നേരെ കരയുകയാണ്. ഈ തബീത എന്ന സഹോദരി ഞങ്ങൾക്ക് കുപ്പായം ഉണ്ടാക്കി തന്നതുകൊണ്ടാണ് ഞങ്ങൾ വസ്ത്രം ധരിച്ച് സന്തോഷത്തോടെ ഞങ്ങളായിരിക്കുന്നു. അവൾ ഉണ്ടാക്കി തന്ന കുപ്പായം ഇതാണ്, കണ്ടോ. ഈ വിധവന്മാർ പൊട്ടിക്കരയുന്നത് ഒരിക്കലും തബീതയുടെ ഒരു ശവസംസ്കാരം ചെയ്യാൻ വേണ്ടി അല്ല പത്രോസിനോട് പറയുന്നത്, മറിച്ച് ഇവൾ നമുക്ക് കുപ്പായങ്ങൾ ഉണ്ടാക്കി തരുന്ന സഹോദരിയാണ്. ഈ സഹോദരി ഞങ്ങൾക്ക് ചെയ്യുന്ന സൽപ്രവൃത്തി, ഇവൾ ഞങ്ങൾക്ക് കുപ്പായങ്ങൾ ഉണ്ടാക്കി തരുന്നത് കൊണ്ടാണ്
ഞങ്ങൾ വസ്ത്രങ്ങൾ ധരിക്കപ്പെടുന്നു എന്നുള്ള അർത്ഥത്തോടെ ഈ കുപ്പായങ്ങൾ കാണിച്ചുകൊണ്ട് പത്രോസിന്റെ നേരെ കാണിച്ചുകൊണ്ട് വിധവമാർ പൊട്ടിക്കരയുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവളെ വിടുന്ന, അതായത് മരണത്തിലേക്ക് ഇവളെ വിട്ടുകൊടുക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന അർത്ഥത്തോടെയാണ് പത്രോസിന്റെ മുന്നിൽ തബീത ഉണ്ടാക്കി കൊടുത്ത കുപ്പായങ്ങൾ അടയാളം കാണിച്ച് ഈ വിധവമാർ കരയുന്നത്. പത്രോസ് ഇത് കണ്ടപ്പോൾ മനസ്സിലായി, ഒരു ശവസംസ്കാര ശുശ്രൂഷ അല്ല എനിക്കിവിടെ നടത്തേണ്ടത്, മറിച്ച് ഈ വിധവമാർ ഒരിക്കലും തബീതയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഈ തബീത ചെയ്തു കൊടുക്കുന്ന, തച്ചു കൊടുക്കുന്ന കുപ്പായങ്ങൾ പിടിച്ചുകൊണ്ട് കരയുന്ന ഈ വിധവമാർ, അവർക്കിനിയും വസ്ത്രങ്ങൾ ലഭിക്കണമെങ്കിൽ തബീത തങ്ങളോട് ജീവിച്ചിരിക്കണം എന്നുള്ള അർത്ഥത്തോടെയാണ് ഈ വിധവമാർ കരയുന്നു എന്ന് പത്രോസിന് മനസ്സിലായി. അതാണ് ഈ വാക്യം നമ്മൾ വായിച്ചത്. പത്രോസ് അവരെയൊക്കെയും, കുപ്പായം കാണിച്ച് കരയുന്നവർ, ചർച്ചക്കാർ എല്ലാവരെയും പുറത്തിറക്കി അതിനുശേഷം മുട്ടുകുത്തി. തബീത എവിടെയാണോ മരിച്ചു കിടക്കുന്നത് ആ സ്ഥലത്ത് പത്രോസ് മുട്ടുകുത്തി പത്രോസ് പ്രാർത്ഥിക്കുകയാണ്. ശവത്തിന്റെ നേരെ തിരിഞ്ഞ് തബീതെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു, പത്രോസിനെ കണ്ടു, എഴുന്നേറ്റു. അപ്പോൾ ഈ എല്ലാവരെയും പുറത്താക്കിയ ശേഷം പത്രോസ് അതിനകത്തു ചെന്നിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ശവത്തിന് നേരെ തിരിഞ്ഞിട്ട് തബീത എന്ന് ഉറക്ക വിളിക്കുമ്പോൾ അവൾ കണ്ണു തുറന്ന് എഴുന്നേറ്റ് പത്രോസിനെ കണ്ടു എന്നാണ്. ഇവിടെ ഈ തബീതയുടെ ജീവന്റെ ബലം തിരിച്ചു വരാനുള്ള ഒരു പ്രധാന കാരണം അടയാള സഹിതം തബീത ഉണ്ടാക്കി കൊടുത്തതായ കുപ്പായങ്ങൾ അടയാളം കാണിച്ചിട്ട് ഈ വിധവമാർ പറയുകയാണ്, തബീതെ മരണത്തിന് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല, അവളെ ഞങ്ങൾക്ക് മടക്കിത്തരണം. അപ്പോൾ തബീതയുടെ ജീവനെ തിരിച്ചു പിടിക്കുവാൻ കാരണക്കാരായിരുന്നവർ ഈ പാവപ്പെട്ട വിധവമാരാണ്. അവർ പറഞ്ഞു, വിട്ടുകൊടുക്കുന്നില്ല. ഈ സഹോദരി ഞങ്ങൾക്ക് തുന്നിത്തന്ന വസ്ത്രം ഉടുത്തുകൊണ്ടാ ഞങ്ങൾ സന്തോഷമായിരിക്കുന്നത്. ആ വസ്ത്രം അടയാളം കാണിക്കുകയാണ്. അതിനർത്ഥം, പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ ആയിരിക്കുന്ന ഒരു ഭക്തൻ മറ്റുള്ളവർക്ക് സൽപ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലമോ പ്രതിസന്ധിയോ വരുമ്പോൾ നിനക്ക് വേണ്ടി 10 പേർ അല്ലെങ്കിൽ 5 പേർ ആത്മാർത്ഥമായി നിന്റെ ജീവനെ പിടിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ നിന്റെ ആയുസ്സിന് മുന്നമേ ശത്രു നിന്നെ തകർത്ത് കളയുവാൻ വെല്ലുവിളിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ആത്മാർത്ഥയോടും വിശ്വസ്തയോടും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വേല ചെയ്യുന്ന വിശ്വസ്തരായ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ആ ദൈവഭക്തൻ സൽപ്രവൃത്തികളാൽ വിശ്വസ്തനായി ദൈവസന്നിധി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു ദൈവഭക്തന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന 10 പേർ, അല്ലെങ്കിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന 5 പേർ, അല്ലെങ്കിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും സൽപ്രവൃത്തി ചെയ്യുന്ന, അതായത് വിശ്വസ്തയോടെ ദൈവസന്നിധി നിൽക്കുന്ന ഒരു ഭക്തന് വേണ്ടി ഇടിവിൽ നിന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് ചോദിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ, അതായത് തിരുവചനത്തിൽ അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിക്കുന്ന ദൈവം. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. അപ്പൊ അബ്രഹാം വിശ്വസ്തയോടെ നിൽക്കുന്നത് കൊണ്ട് അബ്രഹാമിന്റെ സഹോദരങ്ങളായ ലോത്തിനെയും കുടുംബത്തെ നശിപ്പിച്ചു കളയേണ്ട മണ്ഡലത്തിൽ അബ്രഹാം ദൈവസന്നിധി ചെന്ന് ദൈവത്തോട് മധ്യസ്ഥ ചെയ്യുകയാണ്. ദൈവത്തോട് ലോത്തിനെയും കുടുംബത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടവിൽ നിൽക്കുകയാണ്. അതിനർത്ഥം, ഒരു ഭക്തൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നീ ദൈവസന്നിധിയിൽ ഒരു സൽപ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ, മറ്റുള്ളവർക്ക് ഒരു നല്ല കാര്യം നീ ചെയ്യുന്നുവെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ മേഖലകൾ വരുന്ന ചില കഷ്ടതകൾ വരുമ്പോൾ ആ കഷ്ടത നീ അനുഭവിക്കട്ടെ എന്ന് പറയുന്നതല്ല, നീ മറ്റുള്ളവർക്ക് ഉപഹാരമുള്ള വിശ്വസ്തതയുള്ള
സ്നേഹിക്കുന്ന, സൽപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് വേണ്ടി 10 പേർ എഴുന്നേറ്റ് അടയാള സഹിതം നീ ചെയ്തതായ നല്ല കാര്യങ്ങൾ ദൈവസന്നിധിയിൽ അടയാള സഹിതം കൊടുത്തിട്ട് പറയും, ഇത്രയും വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ഇന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്ന ഒരു ഭക്തനാണ്. ആ ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്നും സ്വർഗത്തിലെ ദൈവമേ വിടുവിക്കണമേ എന്ന് വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന 10 പേർ അല്ലെങ്കിൽ ഒരു വ്യക്തി നിനക്ക് വേണ്ടി ഇടിവിൽ നിന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുകയും സ്വർഗത്തിലെ ദൈവം മനസ്സറിഞ്ഞ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അനർത്ഥങ്ങൾ വ്യസനഹേതുവാകാതെ അത് നിന്നിൽ നിന്ന് മാറ്റിക്കളയും. ഇവിടെ തബീതയുടെ ജീവിതത്തിൽ അവളുടെ സൽപ്രവൃത്തി അവളുടെ ജീവിതത്തിന്റെ ജീവന്റെ ബലത്തെ തിരിച്ചു പിടിച്ചു. കാരണം അവൾ ഉണ്ടാക്കി കൊടുത്ത കുപ്പായങ്ങൾ അടയാളം കാണിച്ച് ദൈവഭക്തനോട് പറയുന്നു, ഇവളെ ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല, ഇവൾ ഞങ്ങൾക്ക് നല്ലവളാണ്, ഞങ്ങൾക്ക് വേണ്ടി സൽപ്രവൃത്തികളെ ചെയ്യുന്ന കുപ്പായങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും നിന്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുമ്പോൾ നീ മറ്റുള്ളവർക്ക് സൽപ്രവൃത്തി ചെയ്യുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആത്മാർത്ഥമായി നിൽക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവം മിണ്ടാണ്ടിരിക്കില്ല. അടയാള സഹിതം നിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ സ്വർഗത്തിലെ ദൈവം വിടുതൽ നൽകും. നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ മരണം മൂടിക്കളഞ്ഞ തബീതയുടെ ജീവനെ തിരിച്ചു പിടിക്കാൻ പാവപ്പെട്ട ചില വിധവമാർ തബീത കൊടുത്തതായ കുപ്പായങ്ങൾ അടയാളം കാണിച്ച് നിലവിളിച്ചപ്പോൾ ദൈവഭക്തന് മനസ്സലിവുണ്ടായി. ദൈവഭക്തൻ തബീതയ്ക്ക് വേണ്ടി തബീതയുടെ ജീവനെ തിരിച്ചു കിട്ടുവാൻ സ്വർഗത്തിലെ ദൈവത്തോട് ഭക്തൻ, അധികാരമുള്ള ദൈവഭക്തൻ, ദൈവമാക്കി വെച്ച ദൈവഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം മനസ്സലിഞ്ഞ് തബീതയുടെ ജീവനെ തിരിച്ചു കൊടുക്കും. ആമേൻ. അതേ പ്രിയപ്പെട്ടവരെ, സൽപ്രവൃത്തി ജീവന്റെ ബലമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം തന്നിരിക്കുന്ന ആയുസ്, ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ആയുസ് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള ഒരു വ്യക്തിത്വമായി സ്നേഹിക്കുന്ന, വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യുന്ന, സൽപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു ദൈവസഭ എഴുന്നേൽക്കും. നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ വിശ്വസ്തതയുള്ള 10 പേർ എഴുന്നേൽക്കും. അതാണ് അബ്രഹാം തൻ്റെ സഹോദരനെ, കുടുംബത്തെ, സോദോം ഗൊമോറ പട്ടണത്തെ നശിപ്പിച്ച് കളയുമ്പോൾ ദൈവത്തോട് ഇടിവിൽ നിൽക്കുമ്പോൾ അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെയും കുടുംബത്തെ സ്വർഗത്തിലെ ദൈവം അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതിൽ നമുക്കൊരു ദൂത് പരിശുദ്ധാത്മാവ് തരുന്നത്, എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കുടുംബത്തിലെ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നീ ദൈവസന്നിധിയിൽ അടയാളം ചോദിച്ച് അടയാള സഹിതം നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കുടുംബത്തിലെ ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാതെ നിനക്ക് ആ വ്യക്തിത്വത്തെ ലോകത്തിൽ നിന്നും നിത്യരാജ്യത്തിന്റെ അവകാശിയായി സ്വർഗത്തിലെ ദൈവം നിനക്ക് മടക്കിത്തരും. അതുമാത്രമല്ല, ഭൂമിയിൽ നാം മറ്റുള്ളവർക്ക് സൽപ്രവൃത്തികൾ ചെയ്ത് വിശുദ്ധ ജീവിതം നയിച്ച് വിശ്വസ്തയോടെ ജീവിക്കുന്ന ഒരു ഭക്തന് ഈ ഭൂമിയിൽ മാത്രമല്ല വരുവാനുള്ള നിത്യതയിലും, ഭൂമിയിൽ വെച്ചും നിത്യതയിലും പ്രത്യേകമായ പ്രതിഫലം തരും. അങ്ങനെ ജീവിക്കുന്ന ഒരു ഭക്തനു വേണ്ടി സ്വർഗത്തിലെ ദൈവം മനസ്സറിഞ്ഞ് ആ വ്യക്തി കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ ദൈവത്തിന്റെ കരമിറങ്ങി വരും. ഈ ദൈവശബ്ദം ആരോടോ സംസാരിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവരായി തീരുക, സൽപ്രവൃത്തികളെ നമ്മൾ ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തോട് വിശ്വസ്തയോടെ ജീവിക്കുന്ന ഒരു ഭക്തന് വേണ്ടി ജീവന്റെ ശക്തി നൽകി മാനിക്കുന്ന ദൈവമാണ്. നിന്നോട് വാദിക്കുന്ന ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിന്റെ മണ്ഡലത്തെ സ്വർഗത്തിലെ ദൈവം വെട്ടിമാറ്റി ജീവന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ പകർന്ന് മാനിക്കുന്ന ദൈവമാണ്. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി നന്ദി. ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഇവരെ ജീവിതത്തിൽ
കർത്താവിനോട് ചേർന്ന് വിശ്വസ്തതയുള്ള സൽപ്രവൃത്തികൾ ചെയ്ത് ആത്മചൈതന്യവും ജീവന്റെ ചൈതന്യവും പ്രാപിച്ചുകൊണ്ട് ജയത്തോടെ നീങ്ങുവാൻ ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ പരിശുദ്ധാത്മ ബലപ്പെടുത്ത്. രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.